ഈ മോള് വെന്റിലേറ്ററിൽ കിടക്കുമ്പോ നമുക്ക് വരാനോ പോവാനോ ഒന്നിനും പറ്റൂലില്ല. അങ്ങനെ പറഞ്ഞ് എങ്കിൽ കൂട്ടുകാരൻ്റെ കൂടെ മക്കള് പോയോ എന്ന് പറഞ്ഞ് അപ്പൊ കൂട്ടുകാരൻ്റെ കൂടെ പോയതാണ്. അവന്റെ മരണ വാർത്തയാണ് പിന്നെ ഞങ്ങൾ അറിയുന്നത്. എന്റെ പടയ്ക്ക് ആത്മനെ എന്ന് പറയുന്ന അവളെ എന്നെ പരിചയപ്പെടുത്താൻ. ഈ കുട്ടിയെ കാണുന്നില്ല, ഞങ്ങളെ ഫോണിൽ വിളിക്കുന്നില്ല, ഒന്നും ചെയ്യണില്ല. അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞിട്ട് വാപ്പ പിറ്റേന്ന് ആമിനെ വിളിക്കുന്നില്ലല്ലോ, എന്ത് സംഭവിച്ചെന്ന് അറിയാനും വയ്യല്ല എന്ന് പറഞ്ഞ് വാപ്പ രാവിലെ 6 മണിക്ക് ഇവള് പാടേക്ക് താമസിക്കുന്ന കല്ലിയോട് വീട്ടിൽ പോയി. അത് കല്ലിയോട്ടാണ്, പനവൂര് കല്ലിയോട്. ആ വീട്ടിൽ പോയപ്പോഴത്തേക്ക് കൊച്ച് ആ അവശതയിൽ കിടക്കുകയാണ്. വാതിൽ പോലും തുറക്കാൻ വയ്യ കൊച്ചിന്, വിളി കേൾക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് വാപ്പ വിളിച്ചപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ വന്ന് കൊച്ചു വാതിൽ തുറന്നപ്പോ വാപ്പ കണ്ട രംഗം എന്ന് പറയുന്നത് മൂക്കിൽ കൂടെ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ട് കൊച്ചു കിടക്കുകയാണ്. മരണത്തോടടുത്ത് കിടക്കുകയാണ്, മരണശയ്യയിലായി. അപ്പോഴത്തേക്കും കുറച്ച് തുണി, ഒരു പ്ലാസ്റ്റിക് ചാക്കുണ്ടല്ലോ, ആ ചാക്കിൽ കുറെ അഴുക്ക തുണികൾ വാരി ഇട്ടിരിക്കണം. ഈ കൊച്ചിന് വീട്ടിൽ വരാൻ എൻ്റെ കൂടെ പറയുന്നു, ഇവൻ കൊണ്ടുവരുന്നില്ല, കൊണ്ടാക്കുന്നില്ല. കൊച്ചി അവശതയായി. അന്നും അവനെ മോളെ അടിച്ചിട്ടാണ് അവൻ പോകുന്നത്. രാവിലെ വണ്ടി ഓട്ടം എന്നും പറഞ്ഞ് പോകുന്നത്. ഇവൻ വണ്ടി ഓട്ടത്തിന് ഒരു ഡാൻസുകാരി അനു എന്ന് പറയുന്നുണ്ട്, വേറെ ഫ്രോഡാണ് ആ സ്ത്രീ ഇങ്ങനെ ഓരോ പെൺകുട്ടികളെ ഭാവി തൊലയ്ക്കുകയാണ്. അവന് കൂട്ടിക്കൊടുപ്പാണ് അവളെ ജോലി, ഡാൻസ് എന്നാണ് പേര്. അങ്ങനെ ഇവളെ കൂടെയാണ് ഇവൻ പോകുന്നത്, കുറെ ഡാൻസുകാരികളും ഉണ്ട്. അങ്ങനെ അങ്ങനെ പോയി. പിറ്റേന്ന് രാവിലെ പോയിട്ട് പിറ്റേന്ന് 6 മണിക്കെങ്ങാണ്ടാണ് വന്നത്. അപ്പോഴേ വാപ്പ പോയി കൊച്ചിനെ രാവിലെ കൊണ്ടുവന്നിട്ട് പാലോട് ഹോസ്പിറ്റലിലാണ് നേരെ കയറിയത്. വീട്ടിൽ വന്നില്ല. ഹോസ്പിറ്റലിൽ കയറിയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കോളേജിൽ ഞാൻ പോയപ്പോഴത്തേക്ക് CT സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞ് ഇങ്ങനെ ബ്ലഡ് കട്ടിയായി ഒരു ട്യൂമറായിട്ട് മാറിയിരിക്കുകയാണ്, അത് പെട്ടെന്ന് ഓപ്പറേഷൻ വേണം. അങ്ങനെ ടെസ്റ്റുകളൊക്കെ തുടങ്ങി MRI എടുക്കുകയാണ്. അന്ന് വൈകിട്ട് MRI എടുക്കുകയാണ് മോളെ. അപ്പോഴെ തന്നെ അഡ്മിറ്റാക്കി, ന്യൂറോയിൽ അഡ്മിറ്റാക്കിയിട്ട് കൊച്ചിനെ അപ്പോഴേ തന്നെ MRI എടുക്കാനായിട്ട് എഴുതി തന്ന് MRIക്ക് നമ്മൾ പോവുകയാണ്. പോയിട്ട് MRIക്ക് പോയപ്പോഴത്തേക്കും ഇവൻ എങ്ങനെയോ അറിഞ്ഞിട്ട് ഇവനും അവൻ്റെ ഉമ്മായും കൂടെ അവിടെ വരെയാണ്. MRIക്ക് സ്ട്രക്ചറിൽ മോളെ കിടത്തിയിരിക്കുകയാണ്. സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ബ്ലഡ് ബാങ്കിന്റെ അവിടെയായിരുന്നു സ്കാൻ ചെയ്യണം. അങ്ങനെ അവിടെ കിടത്തി എന്നപ്പോഴത്തേക്ക് ഈ സ്ത്രീയും വേറെ 2-3 സിംഗിടികളും ഉണ്ടായിരുന്നു അവൻ്റെയൊക്കെ കൂടെ. അവരെല്ലാരും കൂടെ വന്നിട്ട് അപ്പൊ അവൻ ഓടിയൊന്ന് കൊച്ചിന്റെ കയ്യിൽ പിടിച്ചപ്പോഴത്തേക്കും നീ എന്നെ തുടരുത്, മോള് പറഞ്ഞേണ്, നിങ്ങൾ അങ്ങോട്ട് മാറുന്നില്ലേ, എന്നെ തുടരില്ലെന്ന് പറഞ്ഞ് ഈ അവശതയിൽ മോള് നിൽക്കുകയാണ്. അപ്പൊ ഈ സ്ത്രീയോടെ പറഞ്ഞ് എനിക്കിനി നിങ്ങളെ മോനെ വേണ്ട, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചുകൂട് എന്ന് മോൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ്. അത് ഞാൻ ഏത് സ്ഥലത്തും പറയും. അപ്പോഴത്തേക്ക് ഈ സ്ത്രീ അങ്ങ് തുടങ്ങിയല്ല, ആ സ്ത്രീയുടെ ഭാഷകൾ അങ്ങ് മാറ്റി തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മളാരും അപ്പോഴും ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ്, നമുക്ക് ഒരു മാന്യതയില്ലേ. അപ്പോൾ സ്ത്രീ അങ്ങ് കൊച്ചിനെ ചീത്ത വിളിക്കുകയാണ്, നീ അനുഭവിക്കും, നീ ഇതെല്ലാം അനുഭവിക്കുന്ന ഇതിന്റെ അപ്പുറമായിട്ട് അനുഭവിക്കും. ആ സ്ട്രെച്ചറിൽ കിടന്ന കൊച്ചിൻ്റെ കൂടെ പറയുകയാണ്, നിന്റെ തൊണ്ടയിൽ ക്യാൻസർ പിടിക്കും എന്റെ മോൻ കൊണ്ടുതരുന്ന ഭക്ഷണം കഴിച്ചാൽ, ആ സ്ത്രീ പറയുകയാണ്. അപ്പോഴത്തേക്ക് ഈ സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ടുവന്ന അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവര് പറയാണ് ഈ കൊച്ചിനെ നമ്മളെല്ലാവരും നിൽക്കുമ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അപ്പൊ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. സ്കാനിങ്ങിന്റെ ഡോക്ടർമാരെല്ലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇവിടെ വഴക്കുണ്ടാക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പം ഈ മോൻ ഒരക്ഷരം ഉണ്ടല്ലോ, ഈ സ്ത്രീയൊക്കെ ഈ തള്ള ഈ മോളെ ഈ ഭാഷകൾ വിളിക്കുകയും ഒക്കെ ചെയ്ത് പ്രാവയൊക്കെ ചെയ്തിട്ടും ഇവനൊന്നും മിണ്ടാതെ ഇങ്ങനെ കുരിഞ്ഞു നിൽക്കുകയാണ് കള്ള ലക്ഷണത്തില്. ആ 3 നിന്റെ മോളെ ഓപ്പറേഷനും കഴിഞ്ഞു. 36 കുപ്പി ബ്ലഡാണ് ഈ കുട്ടിയുടെ ശരീരത്തെ ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ മോള് പിന്നെ ഹോമോ സ്റ്റേജിലങ്ങായി. 2.5 മാസം വെന്റിലേറ്ററിൽ കിടന്നു, 13 മാസം ഹോമോ സ്റ്റേജ് ആയിരുന്നു. ഈ ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടിയാണ് എൻ്റെ മോള് ഈ അവസ്ഥയായത്. അപ്പൊ ഇതിനെല്ലാം കാരണക്കാരൻ ആ അഷ്കർ എന്ന് പറയുന്ന ആ ക്രൂരനല്ലേ എൻ്റെ കുട്ടിയെ ഇത്രയും അവശതയാക്കിയത്. ആ സ്ത്രീ കാലിന്റെ വണ്ണയിലാണ് അടിക്കണേന്ന് തുറപ്പെഴുത്ത്. എന്നിട്ട് ഈ മോള് വാടക വീട്ടിൽ താമസിക്കുമ്പോഴും ആ സ്ത്രീയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്.
ഇവര് വാടകയ്ക്കെന്നേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യം എല്ലാം ഈ സ്ത്രീയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്റെ മോള് ഭക്ഷണം വേവിച്ച് വെച്ചിട്ട് പോലും ആ ഭക്ഷണം എന്റെ മോളെ കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഈ സ്ത്രീയെ മനുഷ്യ സ്ത്രീ എന്ന് പറയാൻ പറ്റുമോ? ആ അഷ്കർ എന്ന രാക്ഷസനെ പോലെയുള്ള ഒരു രാക്ഷസിയല്ലേ ആ സ്ത്രീ. എന്നിട്ട് എന്തൊരു കളവാണ് പറയുന്നത്. ആ സ്ത്രീ പോലീസിന്റെ മുമ്പിൽ എന്തൊരു മൊഴി കൊടുത്ത് അവരൊന്നും ചെയ്തില്ലെന്ന. എന്തുമാത്രം ക്രൂരതയാണ് ആ സഹോദരിയും ആ തള്ളയും ആ അഷ്കറും കൂടെ ഈ മോളെ പെടുത്തിക്കൂട്ടിയത്. ആ മോൻ മരിച്ച്, ഈ മോൾ അതിന് മുമ്പേ മരിക്കാനുള്ളതാണ്. വാപ്പ പോയി കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എന്തുമാത്രം ദ്രോഹം ഒന്ന. ഈ ശരീരം നല്ലതുപോലെ പരിശോധിച്ച് നോക്കി അടിയിലെ എല്ലാത്തിൻ്റെതും അറിയാൻ പറ്റും ഞങ്ങള്. എന്നിട്ട് ആ സമയത്താണ് എൻ്റെ മോൻ മരിക്കുന്നത്. ഈ മോള് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത്, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ മോള് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് എൻ്റെ മോയെ 2 ദിവസം ഞങ്ങളടുത്ത് വന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളാ ചൂടും പറ്റി കിടന്നിട്ട് പിറ്റെന്ന് വന്ന മോനാണ് സ്കൂള് തുറക്കുകയാണ്. 2024 ജൂൺ 4-ാം തീയതി സ്കൂള് തുറക്കുകയാണ്. അപ്പൊ ഈ സ്കൂള് തുറക്കുമ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും ഞാനാണ് എൻ്റെ മക്കളെ കൊണ്ടുപോകണം. എവിടെയും കൊണ്ടുപോകുന്ന ഞാനാണ്. അവരെ ഒറ്റയ്ക്ക് ഞാൻ വിട്ടിട്ടില്ല. അങ്ങനെ അന്ന് അവന് സ്കൂളിൽ പോയാലേ പറ്റുള്ളൂ. ഈ മോള് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ നമുക്ക് വരാനോ പോകാനോ ഒന്നിനും പറ്റൂലില്ല. അങ്ങനെ പറഞ്ഞ് എങ്കിൽ കൂട്ടുകാരൻ്റെ കൂടെ മക്കള് പോയോ എന്ന് പറഞ്ഞ് അപ്പൊ കൂട്ടുകാരൻ്റെ കൂടെ പോയതാണ്. അവന്റെ മരണ വാർത്തയാണ് പിന്നെ ഞങ്ങൾ അറിയുന്നത്. ഇത് വെന്റിലേറ്ററിലും അത് മരിക്കുന്നു. ഇതാണ് നമ്മളെ അവസ്ഥ. ഓരോന്ന് ചിന്തിക്കുമ്പോഴേ തകർന്നു പോവേണം. നമ്മള് തകർന്നു പോയണം. അത്ര മനപ്രയാസമാണ്. ഞാൻ സംസാരിക്കുക ചെയ്യണമെങ്കിൽ എന്റെ ഉള്ളിനാണ് നീറ്റലാണ്. ഈ കുട്ടിയൊന്ന് നടന്നു കണ്ടാ മതി, വേറൊന്നും വേണ്ട. പഠിത്തം പോലും എന്റെ കുട്ടിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. +2-ന് 1080 മാർക്ക്. നല്ല പാടും കരാട്ട വരെ പഠിപ്പിച്ച് ഡിഗ്രിക്ക് പോവാതിരുന്നപ്പോഴാണ് ആ അഷ്കർ എന്ന് പറയുന്ന ആ ക്രൂരനുണ്ടല്ല ഈ കുട്ടിയെ ഈ വിധത്തിൽ കൊണ്ടുപോയി ചതിച്ചു കളഞ്ഞത്. നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ട് ഈ മീഡിയയിലൊക്കെ കമന്റ് വരുമെന്ന്, നമ്മൾ ഉറങ്ങിപ്പോയാന്ന്. നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കേൾക്കണം. ഇത് നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത്, ലോകരറിയണം. ഞങ്ങളെ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. ഒരു അമ്മയുടെ വേദന അത് അനുഭവിക്കണവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ മോനും മരിച്ച് എൻ്റെ മോള് ഈ അവസ്ഥയിലായിട്ട് ഞാൻ ഈ കുട്ടിയുടെ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ നീതിക്ക് വേണ്ടിയിട്ട് ഞാനല്ല ഭ്രാന്തികളെ പോലെ ഓടായിരുന്നു. എനിക്ക് ഒരു സ്ഥലത്ത് നീതി കിട്ടിയിട്ടില്ല. ഈ മോള് ഈ അവസ്ഥ കിടക്കുമ്പോഴും ഞാൻ നീതിക്ക് വേണ്ടി ഞാൻ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ 6 തത്തിയാണ് ഞാൻ കയറി ഇറങ്ങിയത്. ഞാൻ മഞ്ചൂർ കോടതിയിൽ പോയി, ഞാൻ വനിതാ കമ്മീഷനിൽ പോയി. ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ല, ഞാൻ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമന്റ് ഇട്ടവരൊക്കെ അറിയണം ഇത്. ഒരു നിങ്ങളാണെങ്കിലും പിടിച്ചു നിൽക്കൂല. ഞാൻ എന്നിട്ട് ദൈവം എനിക്കൊരു ശക്തി തന്നാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. അറിയാമോ, ഞാൻ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് എൻ്റെ മോളെ നീതിക്ക് വേണ്ടിയിട്ട്. എൻ്റെ മോൻ നഷ്ടപ്പെട്ട് എൻ്റെ മോൾ ഈ അവസ്ഥയിൽ. ഇതാണ് എൻ്റെ ആമിന പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരുന്ന അവൻ കൊണ്ടുപോയപ്പോഴുള്ള ഫോട്ടോയാണിത്. എന്തൊരു കുഴപ്പമുണ്ട്, ഒരു അസുഖം എൻ്റെ മോക്കില്ലായിരുന്നു. അവൻ കൊണ്ടുപോയാണ് എൻ്റെ കുട്ടിയെ ഈ ഒരു അവശതയിലാക്കി ഇന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണുനീരിലൂടെ. ഞാൻ എന്റെ പറയ്ക്ക് ആമിന എന്ന് പറയുന്ന ഒരു ഉണ്ടായി. അവളാണ് എന്നെ പരിചയപ്പെടുത്താൻ കണ്ണിന്റെ ഉമ്മയൊക്കെ പരിചയപ്പെടുത്തിയെന്ന അമിന എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. അവള് മുഖനടമാണ് പരിചയപ്പെടുന്നത്. പറഞ്ഞ മനസ്സിലായ? ആമിന ഇക്ബാൽ ഹൈസ്കൂളില് +1-ന് കൊറോണ ആയിരുന്നു. 2021. 2022 6 മാസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു +2-ന്. അപ്പൊ സ്കൂളിൽ പോയായിരുന്നു അവര് അറ്റൻഡ് ചെയ്തത്. ആ സമയത്ത് പിന്നെ കോളേജില്
ആമിന എന്ന് പറയുന്ന ഒരു കുട്ടി പഠിക്കുകയാണ്. അപ്പൊ അവള് പനവൂരിന്ന് ബസ്സിൽ കയറുന്നുണ്ട്, ഇവള് പാലോട്ടുനിന്ന് ബസ്സിൽ കയറുന്നു. അപ്പൊ ബസ്സിൽ വെച്ച് കണ്ടുള്ള പരിചയം. ആ പരിചയം അവള് കല്യാണം ആലോചിച്ചു അവളിവിടെ വന്നു. കല്യാണം ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് അവളെ ഒരു കുട്ടിമാരെ മോനുണ്ട്, നിനക്ക് ആലോചിക്കട്ട. അപ്പൊ ഈ വണ്ടി ഓട്ടോ ഓടിക്കുകയാണ് ഇക്ബാൽ കോളേജിൽ ഏതാ ഡാൻസുകാരി എങ്ങണ്ട് കൊണ്ടുപോവേന്ന്. അപ്പോഴീ കുട്ടിയെ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവള് നല്ല അതബില് മര്യാദയിലാണ് പോകുന്നത്. കണ്ടിട്ടാണ് അവളോട് ഇവൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. അങ്ങനെ കല്യാണം ആലോചിക്കാൻ പറഞ്ഞപ്പോ ഇവള് പറഞ്ഞെന്ന് വീട്ടിൽ വന്ന് ആലോചിക്കുക, എൻ്റെ കൂടെ അല്ല ചോദിക്കാനുള്ള. അവൾ ആ മാന്യതയിൽ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കല്യാണം നടത്തൂല, കാരണം അവൾക്ക് 22 വയസ്സാവണം, വിദ്യാഭ്യാസം തുടങ്ങിയതേ ഉള്ളൂ, സ്വന്തം കാലിൽ നിന്നിട്ട് അവൾക്ക് ഒരു ജോലിയൊക്കെ ആയിട്ട് നമുക്ക് അന്നേരം ആലോചിക്കാം. അപ്പൊ ബുദ്ധിയുള്ളവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കി പോകൂലേ. പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഈ തള്ളയും മോനും കൂടെ സ്കൂളിൽ പോയിട്ട് ഈ കൊച്ചിനെ നിരന്തരം ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ ആ പെണ്ണ് ഇവളെ നമ്പരും അവന് വാങ്ങിച്ചു കൊടുത്ത് അവന്റെ നമ്പരും ഇവക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങി. ഈ തള്ളയും കൂടെ കൂട്ടിനാണ്, തള്ളയും കൂടെ പോവും. എവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണിത്. അതുപോലെ ഈ ഉമ്മാനെ നിങ്ങൾ രംഗത്ത് കൊണ്ടുവരണം. അവര് ചോദ്യം ചെയ്തെന്ന് പറയണം. ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്ത അവര് കത്ത പറയും പോലെ പറയാ. ആൾക്കാർ കളവ് പറഞ്ഞത് സത്യത്തിൽ വന്നില്ലേ, അതേപോലെ ഇവരും പറഞ്ഞേനാ. കാരണം ആ കുട്ടിയുടെ മരണത്തിന് ഇവരുമുണ്ട്. ഉപദ്രവിച്ചു കാണും. കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊടിപ്പാലോനെ അവരടിച്ചു കാണും. ഇവരാണ് ആ കുട്ടി മരിച്ചതിന് ശേഷം ആ കുട്ടിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സർട്ടിഫിക്കറ്റ്, തുണികൾ എല്ലാം ചുറ്റുകളഞ്ഞ് അവിടെ തൂത്ത് ക്ലിയർ ചെയ്ത് ഇവർ രണ്ടുപേരും കൂടി ഉമ്മായി മോളും കൂടി. അപ്പം ഇവരെ എന്തുകൊണ്ട് പോലീസ് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസ് ചോദ്യം ചെയ്യുന്നില്ല, പോലീസ് പിടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും അങ്ങ് വിട്ടിരിക്കുകയാണ്. ഇവര് പറയുന്നതാണ് സത്യമൊന്നും പോലീസ് വിചാരിച്ചിരിക്കുന്നത്. എന്റെ മോളെ ഇത്രയും ഇവര് അതിക്രമം കാണിച്ചെങ്കിൽ ഈ പൊടിപ്പാലോനെ അവരും ഉപദ്രവിച്ചു കാണും. നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് അത് നമ്മൾക്ക് പുറം ലോകത്ത് കൊണ്ടുവരാൻ പറ്റും. ഞാനതാണ് പറയുന്നത്. അവരും കൊടുത്തു കാണും. ആ കൊച്ചിനെ ആ പൊടിപ്പാലോനെ ചീത്തയും വിളിച്ചു കാണും, അടിയും കൊടുത്തു കാണും. സ്ത്രീയും ചെയ്തിട്ടുണ്ട്, ആ മോളും ചെയ്ത് കാണും. എന്ന് വെച്ചാല് അവര് നമ്മളീ പറയുന്ന ആ കാഴ്ച കാണും പോലെ ഇല്ല, അതിഭയങ്കരികളായ ക്രൂരത പിടിച്ച രണ്ട് സ്ത്രീകളാണ്. പെങ്ങള് മോളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? പെങ്ങള് എന്നിട്ട് ഫാനിൽ കെട്ടിത്തൂക്കാൻ നോക്കി കൊച്ചിനെ. നീ പേരും കൂടി ചേർന്ന് ഇന്നെ കെട്ടിത്തൂക്കാൻ